ശബരിമല ശ്രീ അയ്യപ്പൻ ഭാഗം 5. കഴിഞ്ഞ ഭാഗത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി പന്തള രാജാവ് പുറപ്പെട്ട് പമ്പാതീരത്ത് പരിവാര സമേതം രാത്രി കഴിച്ചുകൂട്ടിയതും രാജാവിന് അയ്യപ്പ ദർശനം ഉണ്ടായതും ചുരികായുധം അയ്യപ്പൻ രാജാവിന് കൊടുത്തതും വരെയുള്ള കാര്യങ്ങളാണ്. പ്രഭാതമായപ്പോൾ പക്ഷികളുടെ കളകളാരവം കേട്ടുകൊണ്ട് എല്ലാവരും ഉണർന്നു. രാജാവ് പ്രഭാതകൃത്യങ്ങൾ ആചരിച്ച് ഭൂദേശ പൂജയും നടത്തി അനന്തരം ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ട സന്നാഹങ്ങൾ ആരംഭിച്ചു. അപ്പോൾ രാജാവിൻ്റെ പേരിൽ ധർമ്മശാസ്താവിന് കനിവുണ്ടാകിയാലും തൻ്റെ ഇന്ദ്രപ്പട്ടം നഷ്ടപ്പെട്ടേക്കുമോ എന്ന് സംശയം ജനിക്കിയാലും രാജാവിൻ്റെ അഭ്യുദയത്തിൽ അസഹനീയ തോന്നുകയാലും ദേവേന്ദ്രന് വലിയ പരിഭ്രമമുണ്ടായി. രാജാവിനെ ഉപദ്രവിക്കുന്നതിനായി കാട്ടാള വേഷം അവലംബിച്ച് രാജാവിൻ്റെ നേർക്കടുത്തു. കാട്ടാളൻ രോഷത്തോടുകൂടി രാജാവിനോട് പറഞ്ഞു, എടാ മനുഷ്യകീടമേ, നീ ആര്? ഈ വനത്തിൻ്റെ അധിപനായ ഞാൻ നടത്തുന്ന കാര്യങ്ങളിൽ നിനക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ദുർഭാഷണം ചെയ്യാതെ പൊയ്ക്കൊള്ളുക. മനുഷ്യാധമനായ നീ മദ്യപാന മതം കൊണ്ട് സംസാരിക്കുന്നതാണെങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിനക്ക് ഞാൻ അഭയം നൽകാം. അല്ലെങ്കിൽ ദുഷ്ടനായ നിന്നെ ഞാൻ ഹിംസിക്കുക തന്നെ ചെയ്യും. രാജാവ് പറഞ്ഞു, വനേതര കീടമേ, നിന്റെ ദുസ്സാമർഥ്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നതല്ല. ഈ രാജ്യത്തിൻ്റെ അധിപനായ ഞാൻ നടത്തുന്ന കാര്യങ്ങളിൽ നീ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നീ മദ്യപാന മതം കൊണ്ട് സംസാരിക്കുന്നതാണെങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ദുഷ്ടനായ നിന്നെ ഞാൻ ഹിംസിക്കുക തന്നെ ചെയ്യും. രാജാവിൻ്റെ വാക്കുകൾ കേട്ട് വജ്രായുധവും ഇളക്കിക്കൊണ്ട് ദേവേന്ദ്രൻ രാജാവിനോടടുത്തു. രാജാവും കാട്ടാളനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. തീക്ഷ്ണമായ അസ്ത്രങ്ങൾ തറച്ച് രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്ന് ചുടുചോര തെറിച്ചു ചാടി. ഇന്ദ്രൻ കോപം വർദ്ധിച്ച് രാജാവിനെ കൊല്ലാനായി വജ്രവും ഓങ്ങി ചാടി. ഗത്യന്തരമില്ലെന്ന് കണ്ടപ്പോൾ ഭഗവാൻ കൊടുത്ത ചുരികയെടുത്ത് വജ്രിയെ തടുത്തു. ചുരികയാകട്ടെ ഭൂദേശ പ്രഭാവത്താൽ കത്തിക്കാളുന്ന അഗ്നി പോലെ ഇന്ദ്രനോടടുത്തു. ചുരുകായുധത്തെ തടുക്കുവാൻ സാധ്യമല്ലെന്ന് കണ്ട ഇന്ദ്രൻ അഭയമർത്ഥിക്കുവാൻ ഭൂതസന്നിധിയിലേക്ക് ഓടി. പുറകെ ചുരികയും പാഞ്ഞു. ദണ്ഡനമസ്കാരം ചെയ്ത് സംഭ്രാന്തനായി നിൽക്കുന്ന ഇന്ദ്രനോട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു, അല്ലയോ വാസവ, അങ്ങ് ഇവിടെ ഒട്ടും തന്നെ താമസിക്കരുത്. ഈ ചുരിക ഞാൻ രാജശേഖര രാജാവിനെ നൽകിയിട്ടുള്ളതാണ്. ഇതിനെ തടയുന്നതിന് എനിക്ക് അവകാശമില്ല. വേഗം ചെന്ന് രാജാവിനോട് അപേക്ഷിക്കുക. ഇവിടെ നിന്നാൽ അബദ്ധം പടഞ്ഞേക്കും. ഒന്ന് ഞാൻ പറയുന്നു, എൻ്റെ ഭക്തനായ രാജാവിന് നിന്റെ സ്വർഗം തൃണം പോലെയാകുന്നു. അന്യരുടെ ഉത്കർഷത്തിൽ അസൂയ ഉണ്ടാവരുത്. സത്തുക്കളിൽ ദോഷബുദ്ധി ചെലുത്തുന്നവൻ സ്വയം നശിക്കുന്നതാണ്. ഭഗവാൻ ഇത്രയും പറയുന്നത് വരെ മറഞ്ഞു നിന്ന ചുരുകായുധം ജ്വലിച്ചുകൊണ്ട് വീണ്ടും ഇന്ദ്രനോടടുത്തു. ഉടൻ തന്നെ ഇന്ദ്രൻ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറ്റിപ്പോയ അബദ്ധത്തെക്കുറിച്ച് മാപ്പപേക്ഷിച്ച് അഭയമിരുന്നു. ലജ്ജിതനായ ഇന്ദ്രൻ നമ്രമുഖനായി രാജാവിനോട് പറഞ്ഞു, വന്നത് വന്നു. ഇനിമേൽ അങ്ങേക്ക് നന്മയുണ്ടാകും. ഭൂതനാഥ ക്ഷേത്രം നിർമ്മിക്കാനുള്ള സ്ഥാനങ്ങൾ കാട്ടുന്നതിന് ഞാൻ വിശ്വകർമാവിനെ അയക്കുന്നതാണ് എന്ന് പറഞ്ഞ ശേഷം ഇന്ദ്രൻ ദേവലോകത്തേക്ക് മടങ്ങി. ക്ഷേത്ര നിർമ്മാണം. രാജാവ് നിത്യാനുഷ്ഠാനങ്ങൾ യഥാവിധി നിർവഹിച്ച് ആചാര്യനും ഒന്നിച്ച് ശിലാസ്ഥാപന കർമ്മം നടത്തുന്നതിന് തുനിഞ്ഞു. ദേവേന്ദ്രനാൽ അയക്കപ്പെട്ട ദേവശില്പിയും അപ്പോൾ അവിടെ വന്നു ചേർന്നു. വിശ്വകർമാവ് സ്ഥാനം കാണിച്ചു കൊടുത്തു. ഭൂതനാഥസ്വാമിയുടെ അസ്തം തറച്ചു നിന്ന സ്ഥലത്ത് രാജാവ് ചുരിക സ്ഥാപിച്ച് അതിൻ്റെ മധ്യഭാഗത്തായി ശിലാസ്ഥാപനവും ചെയ്തു. അഗ്നികോണിൽ മുഖമായി നിന്നത് കാരണം ഇവിടെ എന്നെങ്കിലും അഗ്നിബാധയുണ്ടായേക്കാം എന്ന് ആചാര്യൻ പറയുകയും അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രതിവിധി എന്ന് രാജാവ് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഒരശരീരി കേൾക്കായി, ഘോരനാകും കലി തന്നെ കാലത്ത് ചേരുമശുദ്ധികളെല്ലാം കിടക്കുവാൻ അഗ്നിബാധ നമുക്കിഷ്ടമായിടുന്നു. ഭക്താശയനാ കൊലാഭവാൻ ഭൂപതേ, ശേഷമെല്ലാം ഉര ചെയ്തിടും ആചാര്യൻ ആശുപണി കഴിപ്പിച്ചിടുകാലയം. അശരീരി കേട്ട് രാജാവ് ഉടൻ തന്നെ ശില്പി ശ്രേഷ്ഠന്മാർക്ക് അനുവാദം നൽകി. ഭൂതനാഥൻ്റെ കൽപ്പനയനുസരിച്ച് ക്ഷേത്ര നിർമ്മാണങ്ങൾ ഭംഗിപൂർവ്വം നിർവഹിച്ചു. ഇനി ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം ഏതു മാതൃകയിലാണ് സൃഷ്ടിക്കേണ്ടതെന്ന് എല്ലാവരും കൂടി ആലോചിച്ച് സംശയിച്ചു നിൽക്കുമ്പോൾ ശ്രീ പരശുരാമൻ
അഞ്ജനശാസ്ത്രജ്ഞനായി പ്രത്യക്ഷപ്പെട്ട് ഭൂദേശന്റെ വിഗ്രഹം അഞ്ജനം കൊണ്ട് കാണിച്ചു കൊടുത്തു. പട്ടബന്ധം കൊണ്ട് ചിന്മുദ്രയോടുകൂടി ഭഗവാന്റെ വിഗ്രഹങ്ങൾ അനവധി അവിടെ കണ്ടു. എന്ന് തന്നെയുമല്ല, അനവധി ചുരുകായുധങ്ങളും അസ്ത്രങ്ങളും അഗ്നിബാധ അവശിഷ്ടങ്ങളായ സാധനങ്ങളും കാണപ്പെട്ടു. ചിന്മുദ്രയോടുകൂടി മണികണ്ഠ ഭഗവാൻ ഇരുന്നരുളുന്നതും കണ്ടു വിസ്മയിച്ചു. ഇപ്രകാരം കാണുന്നതിനുള്ള കാരണം എന്താണ് എന്ന് രാജാവ് ചോദിച്ചതിന്, അല്ലയോ രാജശ്രേഷ്ഠ, നിന്നെ പോലെയുള്ള 12 രാജാക്കന്മാർ ഇതിനു മുൻപും ഉണ്ടായിരുന്നു എന്നും അവരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളാണ് എണ്ണമില്ലാത്ത വിധത്തിൽ കാണുന്നതെന്നും മറ്റും ഭാർഗവരാമൻ പറഞ്ഞു കേൾപ്പിച്ചു. അത്ഭുതത്തോടുകൂടി രാജാവ് അദ്ദേഹത്തിനോട് ഉടനെ പറയുകയായി, ഓരോ കൽപ്പങ്ങൾ തോറും ഇപ്രകാരം സംഭവിക്കുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാനും ഇന്ദ്രനുമായുണ്ടായ കാര്യങ്ങൾ മറ്റാർക്കും അറിയില്ല. പക്ഷേ അതറിഞ്ഞ ഭഗവാൻ അങ്ങ് ആരാണ് എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. രാജാവിൻ്റെ വാക്കുകൾ കേട്ട് അഞ്ജനശാസ്ത്രജ്ഞൻ പറഞ്ഞു, അല്ലയോ രാജശ്രേഷ്ഠ, കേരളം സൃഷ്ടിച്ച ഭാർഗവരാമനാണ് ഞാൻ എന്നറിയുക. 18 ക്ഷേത്രവാസിയായി സ്ഥിതി ചെയ്ത് ഈ കേരള രക്ഷ നടത്തിക്കൊള്ളാമെന്ന് ധർമ്മശാസ്താവ് എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. അതുകളിൽ വെച്ച് മുഖ്യമായിട്ടുള്ള ക്ഷേത്രം ഇതാണ്. മറ്റു ക്ഷേത്രപ്രതിഷ്ഠ ഞാൻ തന്നെ നിർവഹിക്കും. ഇവിടെയാകട്ടെ പട്ടബന്ധം പൂണ്ട് ചിന്മുദ്രയോടൊത്ത് മുട്ടിലൊരു കരം ചേർത്ത് വേണം പ്രതിഷ്ഠിക്കുവാൻ. കുളത്തൂർ പുഴയിൽ ബാലകനായും അച്ചൻകോവിലിൽ ഗ്രഹസ്ഥാശ്രമിയായും ആര്യൻകാവിൽ കൗമാര രൂപത്തിലും പൊന്നമ്പലമേട്ടിൽ പ്രതീകാത്മക ജ്യോതിർഭാവത്തിലും ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായുമാണ് അയ്യപ്പ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം കേട്ട് പരശുരാമനെ താണു വണങ്ങി. അനന്തരം രാജാവ് പ്രതിഷ്ഠാ വിഗ്രഹങ്ങൾ യഥായോഗ്യം ഉണ്ടാക്കിച്ചു. മംഗളമുഹൂർത്തത്തിൽ ശ്രീ പരശുരാമൻ ശ്രീ ഭൂതനാഥ സ്വാമിയെ വിധിയാമണ്ണം പ്രതിഷ്ഠിച്ചു. അന്ന് മകരസംക്രമ ദിനമായിരുന്നു. ഈ അവസരത്തിൽ ബ്രാഹ്മണർ വേദങ്ങൾ ഘോഷിച്ചു, ദേവകൾ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു, സേനാംഗങ്ങൾ മംഗളവാദ്യങ്ങൾ മുഴക്കി. രാജാവ് യഥാവിധി ധർമ്മങ്ങൾ നടത്തി. അനന്തരം മാളികപ്പുറത്ത് അമ്മയുടെ പ്രതിഷ്ഠയും വിധിയാമണ്ണം നടത്തി. കടുരവൻ മുതലായവരുടെ പ്രതിഷ്ഠയും നടത്തി. പന്തള രാജാവ് കൃതകൃത്യനായി. അനന്തരം ശബരിഗിരിയിൽ 7 ദിവസം ഉത്സവം നടത്തണമെന്ന് വേദിയന്മാർ ചതുർവേദങ്ങൾ ചൊല്ലണമെന്നും ശ്രീഭൂതബലികൾ നടത്തണമെന്നും മാസപൂജയ്ക്ക് വേണ്ട ചട്ടംകെട്ടുകൾ ചെയ്യണമെന്നും മറ്റുമുള്ള കാര്യങ്ങൾ ശ്രീ പരശുരാമൻ രാജാവിനോട് ധരിപ്പിച്ച ശേഷം അദ്ദേഹത്തെ മുക്തിപദാർഹനാക്കുന്നതിന് വേണ്ട അനുഗ്രഹങ്ങളും കൊടുത്ത് അദ്ദേഹം അവിടെ നിന്നും മടങ്ങി. രാജാവിന് വേണ്ട ഉപദേശങ്ങൾ നൽകി ഭൂദേശനെ വന്ദിച്ച് അഗസ്ത്യ മഹർഷിയും അന്തർധാനം ചെയ്തു. ഭാർഗവരാമന്റെ കൽപ്പന പോലെ എല്ലാം രാജാവ് ആചരിച്ച് ഭസ്മക്കുളവും നിർമ്മിച്ചു. കുംഭതള പമ്പാതീർത്ഥങ്ങളുമാടി ഭൂതനാഥസ്വാമിയെ ഭക്തിപുരസരം സ്തുതിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ രാജാവിന് ഒരശരീരി കേൾക്കാറായി. സാരമാനസഭവാനു കേൾക്ക സംസാര ദുഃഖമിനിയുൽഭവിച്ചിടാം, വീരതാവക കുലേ ജനിച്ചിടുന്നോരറിഞ്ഞിടുമദംശഭൂതരാം, വിദ്യമാനസ വിശുദ്ധിയാദിയാം ഹൃദ്യനൽപഗുണമേറിയത്രയും സദ്ദശിസുമവരാർന്നിടും തെളിഞ്ഞദ്യ കേട്ടിടുക ഭൂപസത്തമാം. അന്യചിന്ത കലരാതെ ഭക്തിയാൽ മാന്യരാകും അവരെ ഭജിക്കിലോ, ധന്യമെൻ ഭജനമൊന്നിനാൽ പരം ജന്യമാം ഫലം അവർ കുടിച്ചിടും. വർണ്ണനീയ ഗുണമോഹമില്ലമേ നിർണയം പുനരതെങ്കിലും ഭവാൻ, സ്വർണഭൂഷയണീക്ക ഭക്തരിൽ പൂർണ്ണ കൗതുകമിയെന്നുകൊള്ളുവാൻ. ചഞ്ചലത്വമിയലാതെ വേണ്ട പോൽ മഞ്ചമാതൃശുഭ വിഗ്രഹത്തിലും കാഞ്ചനാഭരണ സഞ്ജയം ഭവാൻ വാഞ്ച പോലെ അണിയിക്കണം പരം. ആര്യബുദ്ധി കലരും വിശിഷ്ടനാചാര്യനെ കരുതുകെന്നെ എന്ന പോൽ ആര്യമുക്തി തവ സംഭവിച്ചിടും വീര്യഭൂമി ഭവാനുമംഗളം. ഭഗവാന്റെ അനുഗ്രഹപൂർണമായ അരുളിപ്പാട് അശരീരി രൂപത്തിൽ കേട്ട് സംതൃപ്തനായ പന്തള രാജാവ് ആനന്ദ നൃത്തം ചെയ്തു. അദ്ദേഹം അല്പസമയം പരിസരബോധം പോലുമില്ലാതെ നിന്നു. അനന്തരം മേൽ വേണ്ടത് എന്താണ് ആചാര്യനോട് ചോദിച്ചു. നമുക്കിനി എത്രയും വേഗം കൊട്ടാരത്തിലേക്ക് പോകണമെന്നും പുത്രമിത്രാദികളുടെ വിരഹം സഹിച്ച് എത്രയോ ദിവസങ്ങളായി ബുദ്ധിമുട്ടുന്നുവെന്നും
കാര്യം കൂടാതെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ധർമ്മശാസ്താവിന് ഇഷ്ടമല്ല എന്നും ആചാര്യൻ പറഞ്ഞു. ഇതനുസരിച്ച് മാസപൂജകൾക്കുള്ള വ്യവസ്ഥകളെല്ലാം ചെയ്ത ശേഷം ശ്രീ ഭൂതനാഥനെ ഭക്തിപൂർവ്വം വണങ്ങി രാജാവ് പന്തളത്ത് എത്തിച്ചേർന്നു. രാജാവിനെ പൗരജനങ്ങൾ അത്യാഡംബരപൂർവ്വം എതിരേറ്റു വന്ദിച്ചു. അനന്തരം ആചാര്യ നിയോഗമനുസരിച്ച് കാലവിളംബരമെന്നേ സ്വപുത്രനെ രാജ്യഭാരമേൽപ്പിച്ചു. രാജധർമ്മങ്ങളെക്കുറിച്ചും ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രകാര്യങ്ങളെക്കുറിച്ചും ആണ്ടുതോറും ശബരിഗിരി ദർശനം നടത്തേണ്ടതിനെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. രാജാവ് അതിനുശേഷം ആചാര്യസമേതനായി പുറപ്പെട്ട് പമ്പാതടത്തിൽ ചെന്ന് തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മപദം പ്രാപിച്ചു. മംഗളം. അശേഷ ജഗദാംനാഥ സ്വാമി ജ്ഞാനസ്വരൂപിണി ജഗദ്ധിതായ ദേവായാം സർവജ്ഞായ നമോസ്തുതേ. തസ്മൈ നമോ ഭഗവതേ നിർവാണസുഖദായിനി സർവപാപാപഹ ആര്യദാതായ അനന്തമൂർത്തയേ. നമസ്കാരം. Please subscribe my channel.